അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റമദാനിലെ 21ാമത്തെ ക്ലാസ്സാണിത്. അസൂയക്ക് മരുന്നുണ്ട് എന്ന വിഷയം. എന്താണ് അസൂയ? മറ്റൊരാൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം നീങ്ങിപ്പോകട്ടെ എന്ന് ആഗ്രഹിക്കലാണ് അസൂയ. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ അസൂയ വെക്കുന്നവൻ അവൻ അള്ളാഹുവിൻ്റെ ഖളാഇൽ തൃപ്തിയില്ലാത്തവനാണ്. കാരണം ഓരോരുത്തർക്കും ഇന്നാലിന്ന അനുഗ്രഹങ്ങൾ നൽകണമെന്ന് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. വല്ലാഹു ഫളല ബഅദകും അലാ ബഅദിൻ ഫിർ റിസ്ഖ്. അള്ളാഹു നിങ്ങളിൽ ചിലരെ മറ്റു ചിലരേക്കാൾ ഉപജീവനത്തിന്റെ കാര്യത്തിൽ മെച്ചപ്പെട്ടവരാക്കിയിരിക്കുന്നു. ഖുർആനിൽ അള്ളാഹു തആല പറയാം. ആ ഉപജീവനത്തിന്റെ കാര്യം മാത്രമല്ല, ഏത് വിഷയത്തിലും അള്ളാഹു ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതകളും ഓരോ സൗഭാഗ്യങ്ങളും ഓരോ അനുഗ്രഹങ്ങളും അള്ളാഹു പ്രത്യേകമായി നൽകിയിട്ടുണ്ടാകും. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ ഖളാ ആണ്. അപ്പോൾ ആ ഒരു തീരുമാനത്തിൽ അതൃപ്തിയുള്ളവർ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഖളാവിൽ തൃപ്തിയില്ലാത്തവർ തന്നെയാണ് മറ്റൊരാൾക്ക് നൽകപ്പെട്ട നന്മയുടെ പേരിൽ അസൂയ വെക്കുന്നവർ. മനുഷ്യകുലത്തിന്റെ ആ തുടക്ക സമയത്ത് തന്നെ അസൂയ എന്ന രോഗമുണ്ട്. ഇബ്ലീസ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്തില്ലല്ലോ. ഖാല മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക. ഞാൻ നിന്നോട് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ നീ എന്തേ സുജൂദ് ചെയ്യാതിരുന്നത്? നിനക്ക് സുജൂദ് ചെയ്യാൻ എന്തായിരുന്നു തടസ്സമെന്ന് അല്ലാഹു തആല ഇബ്ലീസിനോട് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇബ്ലീസ് പറഞ്ഞത് ഖാല അന ഖൈറും മിൻ ഖലഖതനി മിൻ നാർ വ ഖലഖതഹു മിൻ തീൻ. ഞാൻ ആദമിനേക്കാൾ ഉത്തമനാണ്. എന്നെ നീ അഗ്നിയിൽ നിന്നാണ് സൃഷ്ടിച്ചത്, ആദമിനെയോ കളിമണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വലിയൊരു ആദരവ് അംഗീകാരം ലഭിച്ചപ്പോൾ അതിൽ അസൂയയായിരുന്നു സാക്ഷാൽ ഇബ്ലീസിനുണ്ടായിരുന്നത്. ലോകത്ത് നടന്ന ഒന്നാമത്തെ കൊലപാതകത്തിന്റെ കാരണവും അസൂയ തന്നെയായിരുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 2 പുത്രന്മാർ ഓരോ ബലികർമ്മം നടത്തി. എന്നാൽ ഒരാളുടേത് അല്ലാഹു സ്വീകരിച്ചു, മറ്റൊരാളേത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല. തൻ്റേത് സ്വീകരിക്കപ്പെടാതെ തൻ്റെ സഹോദരൻ്റേത് മാത്രം സ്വീകരിക്കപ്പെട്ടതിൽ ആ സ്വീകരിക്കപ്പെടാത്ത വ്യക്തിക്ക് അസൂയയായി. ആ അസൂയ നിമിത്തം അയാൾ തൻ്റെ സഹോദരനെ കൊലപ്പെടുത്തി. സൂറത്തു മാഇദയിലെ 27ാമത്തെ ആയത്തിൽ ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരന്മാർ യൂസുഫ് നബിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത് അസൂയ കാരണമായിരുന്നു. പിതാവിന്റെ സ്നേഹം തങ്ങളെക്കാൾ യൂസുഫിന് കിട്ടുന്നുണ്ട് എന്ന തെറ്റിദ്ധാരണയുടെ പുറത്താണ്, അതിൽ നിന്നുണ്ടായ അസൂയ കാരണമാണ് ആ സഹോദരന്മാർ യൂസുഫ് നബിയെ കൊല്ലാൻ വേണ്ടി ആസൂത്രണം ചെയ്യുന്നത്. പിന്നീട് യൂസുഫ് നബിയെ പൊട്ടക്കിണറ്റിൽ ഉപേക്ഷിക്കുകയാണ് അവർ ചെയ്തത്. ഇദ് ഖാലൂ ലയൂസുഫു വഅഖൂഹു അഹബ്ബു ഇലാ അബീനാ മിന്നാ. ഖുർആനിൽ പറയുന്നുണ്ട്, ആ സഹോദരന്മാർ പറഞ്ഞു, യൂസുഫും ആ യൂസുഫിന്റെ സഹോദരനുമാണ് നമ്മുടെ പിതാവിന് നമ്മളെക്കാൾ ഇഷ്ടപ്പെട്ടവർ എന്ന്. ജൂതന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അസൂയായിരുന്നല്ലോ. കാരണം പ്രവാചകത്വം അത് ഞങ്ങളിൽ നിന്നുള്ള ഒരാൾക്ക് ലഭിച്ചില്ലല്ലോ എന്ന അസൂയ. അതാണ് ജൂതന്മാർക്കുണ്ടായിരുന്ന അസൂയ. അം യഹ്സുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി. അതല്ല, അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് മറ്റു മനുഷ്യർക്ക് നൽകിയിട്ടുള്ളതിൻ്റെ പേരിൽ അവർ അസൂയപ്പെടുകയാണോ? മറ്റൊരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിന് അള്ളാഹുവിൻ്റെ ഔദാര്യം ലഭ്യമാകുമ്പോൾ അതിൻ്റെ പേരിൽ അസൂയ വെക്കുന്ന ആളുകൾ. സത്യത്തിൽ ഇന്നും ആ അസൂയ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു ഒരാൾക്ക് നിഅമത്ത് നൽകുമ്പോൾ നമ്മൾ എന്തിനാണ് അതിൻ്റെ പേരിൽ മനസ്സ് മുഷിഞ്ഞിരിക്കുന്നത്? മക്കാ മുശ്രിക്കീങ്ങളുടെ അവസ്ഥയും ഇത് തന്നെയായിരുന്നു. അതായത്, ഞങ്ങൾക്ക് പ്രവാചകത്വം കിട്ടിയില്ലല്ലോ, ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾക്ക് കിട്ടിയില്ലല്ലോ എന്ന അസൂയ തന്നെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മക്കാ മുശ്രിക്കീങ്ങൾക്ക്. വഖാലൂ ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖർയതൈനി അളീം. ഈ 2 പട്ടണങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു മഹാപുരുഷന്റെ മേൽ എന്തുകൊണ്ട് ഈ ഖുർആൻ അവതരിക്കപ്പെട്ടില്ല എന്നും അവർ പറഞ്ഞു. ആരേ? മുശ്രിക്കീങ്ങൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയതിൽ അവർക്ക് അസൂയ. അവർക്ക് എന്തുകൊണ്ട് ഇറങ്ങിയില്ല എന്നതിൽ ഒരു പൊറുതികേട്. അസൂയ വെക്കുന്നവർ, അസൂയ വെക്കപ്പെടുന്നവർക്ക് എന്തെങ്കിലും നന്മകൾ ലഭിക്കുമ്പോൾ അസൂയ വെക്കുന്നവർക്ക് എന്തെന്നില്ലാത്ത വിഷമവും പ്രയാസവും മാനസിക പ്രയാസവും ഒക്കെ ആയിരിക്കും.
എന്നാൽ അസൂയ വെക്കപ്പെടുന്നവർക്ക് വല്ല ദുരിതവും വരുമ്പോൾ അസൂയ വെക്കുന്നവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരിക്കും. അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ഈ കണ്ടുവരുന്നത്. എന്നാൽ ആ ഒരു സ്വഭാവം അത് യഹൂദികളുടെയും കപടവിശ്വാസികളുടെയും സ്വഭാവമാണെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻ തംസസ്കും ഹസനത്തുൻ തസുഉഹും, നിങ്ങൾക്ക് വല്ല നേട്ടവും ലഭിക്കുന്ന പക്ഷം അതവർക്ക് മനപ്രയാസമുണ്ടാക്കും. വൈൻ തുസിബുക്കും സയ്യിഅത്തുൻ യഫ്റഹൂ ബിഹാ, എന്നാൽ നിങ്ങൾക്ക് വല്ല ദോഷവും നേരിട്ടാൽ അവരതിൽ സന്തോഷിക്കുകയും ചെയ്യും. അത് യഹൂദികളുടെയും കപടവിശ്വാസികളുടെയും സ്വഭാവമാണെന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയാം. അസൂയ അതൊരു പൈശാചിക സ്വഭാവം തന്നെയാണ്. ആ അസൂയയിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയപ്പെടുമ്പോൾ അവൻ്റെ കെടുതിയിൽ നിന്ന്, അവൻ്റെ ശർറിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ അഭയം തേടുന്നു. അസൂയക്കാരൻ അസൂയ വെക്കുമ്പോഴെല്ലാം ഷെറുകളുണ്ട്. അള്ളാഹു അതിൽ ചില ഷെറുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അസൂയക്കാരൻ്റെ ഷെറിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. നമ്മൾ വിചാരിക്കും മറ്റൊരാൾ നമ്മെക്കുറിച്ച് ഇങ്ങനെ അസൂയ വെച്ചാൽ നമുക്കെന്താ കുഴപ്പം, ഒരു കുഴപ്പമില്ലല്ലോ. അങ്ങനെ കുഴപ്പമില്ലെങ്കിൽ പിന്നെ ഈ 113-ാമത്തെ സൂറത്തുൽ ഫലഖില് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് എന്ന് അള്ളാഹു പറയില്ലല്ലോ. അസൂയപ്പെടുമ്പോൾ അവൻ്റെ ഷെറിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അസൂയ വെക്കുമ്പോൾ അവൻ്റെ ഷെറുണ്ട്, അവനെ കൊണ്ട് ഷെറുണ്ട്. ആ ഷെറിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടണം. അസൂയക്കാരൻ്റെ അസൂയ കാരണം നിഅമത്ത് നഷ്ടപ്പെടാം, ദുരിതങ്ങൾ വരാം, പ്രയാസങ്ങൾ വരാം, വിഷമങ്ങൾ വരാം, പലതും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് കാവൽ തേടണം. ഇത്രമാത്രം ചിന്തിച്ചാൽ മതി. ഒരാൾക്ക് കിട്ടുന്ന നിഅമത്ത് അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണെന്ന് ചിന്തിച്ചാൽ തന്നെ പിന്നെ അസൂയ വെക്കാൻ നമുക്ക് കഴിയില്ല. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ, നാമാണ് ഐഹിക ജീവിതത്തിൽ അവർക്കിടയിൽ അവരുടെ ജീവിതമാർഗം പങ്കുവെച്ച് വീതം വെച്ചു കൊടുത്തത് എന്ന് ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആളുകൾ പരസ്പരം അസൂയ കാണിക്കുന്നത് കണ്ടപ്പോൾ ഈ ആയത്ത് ഞാൻ ആലോചിച്ചു നോക്കി. അങ്ങനെ ഞാൻ അസൂയ ഉപേക്ഷിച്ചു. കാരണം ആ അസൂയ എന്നത് അള്ളാഹുവിൻ്റെ വീതം വെപ്പിനോട്, അള്ളാഹു പങ്കുവെച്ചതിനു, അള്ളാഹു നിയമത്തുകളൊക്കെ വീതം വെച്ചതിനോട് എതിർപ്പ് കാണിക്കലാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഒരു ഹദീസിൽ ഇങ്ങനെ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, വലാ തഹാസദു, നിങ്ങൾ അസൂയ വെക്കരുത് പരസ്പരം. വലാ തബാഗളു, നിങ്ങൾ പരസ്പരം വെറുക്കരുത്, കോപിക്കരുത്. വലാ തദാബറു, നിങ്ങൾ പരസ്പരം പിണങ്ങരുത്. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ പരസ്പരം സഹോദരന്മാരാകുവീൻ എന്ന്. എത്ര മനോഹരമായൊരു ഹദീസാണ്. പരസ്പരം അസൂയ വേണ്ട, പരസ്പരം വെറുപ്പ് വേണ്ട, പരസ്പരം പിണക്കം വേണ്ട, നിങ്ങൾ സഹോദരന്മാരാകുവീൻ എന്ന്. ഇന്ന് എല്ലാ രംഗത്തും അസൂയയാണ്. എല്ലാ രംഗത്തും, കുടുംബമാവട്ടെ, സംഘടനയാവട്ടെ, ജോലിയിടങ്ങളിലാവട്ടെ, അങ്ങനെ ഏതേത് മേഖലകളിലും അസൂയ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അസൂയ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നാശമല്ലാത്തതൊന്നും നൽകുന്നില്ല എന്നാണ്. അസൂയയില്ലാത്ത മനസ്സോടെ ജീവിച്ചാൽ അവനെപ്പോഴും സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ജനങ്ങൾ പരസ്പരം അസൂയ വെച്ച് പുലർത്താത്ത കാലത്തോളം, അസൂയയില്ലാതെ ജീവിക്കുന്ന കാലത്തോളം അവർ നന്മയിലായിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അസൂയയില്ലാത്ത ഹൃദയം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.